മറ്റു വാർത്തകളിലേക്ക്. ആലപ്പുഴയിൽ വിദ്വേഷ പരാമർശവുമായി ജി സുധാകരൻ. കളർകോട് മഹാദേവ ക്ഷേത്രത്തിൽ മത്സ്യത്തിന്റെ മണമുള്ള മണലടിച്ചു. ക്ഷേത്രത്തിൽ മത്സ്യത്തിന്റെ മണമുള്ള മണലടിക്കുന്നത് തെറ്റ്. അമ്പലപ്പുഴയിലെ LDF സ്ഥാനാർത്ഥിയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നും ആ മണൽ അമ്പല കമ്മിറ്റി അടിച്ചു മാറ്റിയെന്നും ഗുരുതര ആരോപണം. അതായത് മത്സ്യത്തിന്റെ മണമുള്ള മണല് അമ്പലത്തിൽ അടിച്ചു. അമ്പലത്തിൽ വരുന്നവർക്ക് മത്സ്യം കഴിച്ച വൃത്തിയായിട്ട് വരാം, അത് വേറെ കാര്യമാണ്. അവരുടെ ചില രീതികളാണ്. മത്സ്യമാംസാദികളൊന്നും ക്ഷേത്രങ്ങളിൽ പൂജിക്കാനൊന്നും വെക്കത്തില്ല. അവിടെ അടിച്ചു കൊടുത്ത് അവരെന്ത് ചെയ്തു? അവിടുത്തെ കമ്മിറ്റിക്കാർ ആ മണല് വേറെ വിറ്റ് കാശ് വാങ്ങിച്ചു. ഇടതുപക്ഷ കമ്മിറ്റിയായിരുന്നു, കമ്മിറ്റി പിരിച്ചുകൊണ്ട് വിട്ട്. അമൽ സുരേന്ദ്രൻ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അമൽ, ഇന്ന് മുഴുവൻ ജി സുധാകരൻ ഇത്തരത്തിലുള്ള വിദ്വേഷ പരാമർശങ്ങളാണ് കൂടുതലായി നടത്തിയത്. ആദ്യം സുജാതയ്ക്കെതിരെയായിരുന്നു, ഇപ്പോൾ ഇതാ ആർ നാസറിനെതിരെ അങ്ങേയറ്റം വിദ്വേഷകരമായിട്ടുള്ള പരാമർശമാണ്. മത്സ്യത്തിന്റെ മണമുള്ള മണൽ എന്നൊക്കെ പറയുമ്പോൾ അത് എത്രമാത്രം ഈ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ ഒരു പ്രസ്താവന എത്രമാത്രം വിദ്വേഷകരമാണ്? എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? സ്വാതി, 63 വർഷത്തെ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള നേതാവായിട്ടുള്ള ജി സുധാകരനിൽ നിന്ന് ഇത്തരത്തിൽ വർഗീയമായിട്ടുള്ള വിദ്വേഷ പരാമർശങ്ങൾ വരുമ്പോൾ അത് കേരളീയ പൊതുസമൂഹം ഏത് തരത്തിലായിരിക്കും സ്വീകരിക്കുക എന്ന കാര്യമാണ് ഇനി തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം നിൽക്കുമ്പോഴുള്ള കൗതുകമായി നിൽക്കുന്നത്. ഏതായാലും കുറച്ച് ദിവസങ്ങളായി തന്നെ ജി സുധാകരന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ വിദ്വേഷ പരാമർശമാണ് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും ഇന്ന് പുന്നപ്രയിലെ പറവൂർ ജംഗ്ഷന് സമീപത്തുള്ള ബുൾബുൾ ഗ്രൗണ്ടിൽ, അതായത് സുധാകരന്റെ വീട്ടിൽ നിന്ന് 200 മീറ്റർ മാത്രം അകലെയുള്ള ഈ ഒരു ഗ്രൗണ്ടിൽ വെച്ച് നടത്തിയ UDFന്റെ കൺവെൻഷനിൽ വെച്ചാണ് UDFന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, സംസ്ഥാന തലത്തിലുള്ള ദേശീയ തലത്തിലുള്ള നേതാക്കന്മാരെ വേദിയിലിരുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം ജി സുധാകരന്റെ ഭാഗത്ത് നിന്ന് വന്നത്. 3 തരത്തിലുള്ള ഗൗരവമായുള്ള പരാമർശമാണ് ഈ പ്രസംഗത്തിലുണ്ടായത്. അതിൽ പ്രധാനപ്പെട്ടത് ജി ഭുവനേശ്വരന്റെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട് SFIക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണം. മാർക്സിസ്റ്റുകാരുടെ ഒരു നിർദ്ദേശത്താൽ അല്ലെങ്കിൽ അവരുടെ ഉപദേശത്തിലൊക്കെയാണ് ഈ ജി ഭുവനേശ്വരനെ ഈ രക്തസാക്ഷി ആകുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി SFIയുടെ ഒരു കരങ്ങൾ അതിനുണ്ടായിരുന്നു എന്ന തരത്തിൽ വരുന്ന ഒരു പ്രസംഗമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതോടൊപ്പം തന്നെ ഗൗരവമായിട്ട് മറ്റൊരു പ്രസ്താവന എന്ന് പറയുന്നത് അത് CS സുജാതയ്ക്കെതിരായിട്ടുണ്ട്. അതായത് CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും അതോടൊപ്പം തന്നെ അമ്പലപ്പുഴയിലെ തിരഞ്ഞെടുപ്പിന് ചുമതലയുമുള്ള നേതാവാണ് CS സുജാത എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ജി സുധാകരനുമായിട്ട് ഏറെക്കാലത്തെ ആത്മബന്ധമുള്ള ഒരു നേതാവാണ്. അവർ വ്യക്തിപരമായിട്ടുള്ള ആ ബന്ധം പാർട്ടി പലപ്പോഴും ജി സുധാകരനെ അനുനയിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുമുള്ളതുമാണ്. അങ്ങനെയുള്ള CS സുജാതയെക്കുറിച്ചാണ് ജി സുധാകരന്റെ ഭാഗത്തുനിന്ന് അങ്ങേയറ്റം മോശമായിട്ടുള്ള ചില പരാമർശങ്ങൾ ഉണ്ടായത്. ഈ തുളസിപ്പൂവും തുളസിയുടെ ഇലയും അതോടൊപ്പം തന്നെ മുല്ലപ്പൂവും തലയിൽ ചൂടിക്കൊണ്ട് നായർ തറവാടുകളിൽ ചെല്ലുന്നു, നായർ വീടുകളിൽ ചെല്ലുന്നു, വോട്ട് ചോദിക്കുന്നു, നായർമാരുടെ വീട്ടിൽ മാത്രമേ CS സുജാത പോകുന്നുള്ളൂ എന്ന തരത്തിലെല്ലാമുള്ള അങ്ങേയറ്റം ജാതീയമായിട്ടുള്ള വിദ്വേഷപരമായിട്ടുള്ള സ്ത്രീ വിരുദ്ധപരമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് ഇന്ന് പ്രസംഗത്തിന്റെ ഭാഗമായിട്ട് ജി സുധാകരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ വരുന്നതിനോട് ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ ഗൗരവത്തിൽ കാണേണ്ട, എന്തായാലും UDF ക്യാമ്പിലേക്ക് എത്തിയ ജി സുധാകരന്റെ ഭാഗത്തു നിന്നും ഇത്തരമുള്ള പ്രസ്താവനകൾ വരുന്നു എന്നുള്ളത് ആണ് അങ്ങേയറ്റം ഖേദകരമായിട്ടുള്ള കാര്യം. പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള വിദ്വേഷ പരാമർശങ്ങളൊക്കെ വരുന്നു എന്നുള്ളത്, ആ വിവരങ്ങളാണ് അമൽ നൽകിയത്.